കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ കളിക്കാർ എത്താൻ മടിക്കുന്നതിൽ മിഡിൽ ടേബിൾ ക്രൈസിസിന്റെ പങ്ക് എന്ന വിഷയം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് തീരെയില്ലാത്ത ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകർക്ക് പോലും അത് അത്ര വലിയ സംശയമുള്ള കാര്യമല്ല. അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ടീം തുടരുന്നത്. തുടർ വിജയങ്ങളോ കപ്പോ നേടാൻ ശ്രമിക്കാത്ത ലക്ഷ്യബോധമില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അറിഞ്ഞുകൊണ്ട് ചേക്കേറാൻ താരങ്ങൾ മടിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം. എന്നാൽ അത് മാത്രമാണോ ഈ വിഷയത്തിന് പിന്നിൽ ഉള്ളത് എന്നത് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കപ്പുകളൊന്നും 11 വർഷമായി ക്ലബിന്റെ ഷോക്കേസിൽ ഇല്ലെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുണ്ട്. ഏതൊരു ഫുട്ബോൾ ക്ലബിനെയും അസൂയപ്പെടുത്തുന്ന ഫാൻ ബേസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറെ അപകടം വരുത്തി വയ്ക്കുന്നതും അതേ സംഗതി തന്നെയാണോ? അച്ചടക്കമില്ലാത്ത ആരാധകർ ഒരു ടീമിന് നല്ലതാണോ ചീത്തയാണോ എന്നുകൂടി നമ്മൾ അറിയണം. സാമാന്യ മര്യാദകൾ ലംഘിക്കുന്ന ആരാധക കൂട്ടം ടീമിന് ഭീഷണി കൂടിയാണെന്ന് ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു പ്രത്യക്ഷ ഉദാഹരണം പറഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സ് മുൻ താരം പെരേര ഡയസിന്റേത് തന്നെയാണ്. 2021-22 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന് വേണ്ടി ബൂട്ട് കെട്ടിയ ഈ അർജന്റൈൻ താരത്തിന് ക്ലബ്ബ് വിട്ടതിനു ശേഷം നേരിടേണ്ടി വന്ന സംഭവങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയുമോ? വ്യക്തിപരമായ അധിക്ഷേപങ്ങളും കടന്ന് ആ കളിക്കാരന്റെ കുടുംബത്തെ പോലും വെറുതെ വിടാതെ മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തുറന്നുവിട്ട വെറുപ്പിന്റെ വേട്ടയാടൽ എത്ര ഭീകരമായിരുന്നു. ഹോർഗെ പെരേര ഡയസ് ക്ലബ്ബ് വിട്ടുപോകാനുള്ള യഥാർത്ഥ കാരണങ്ങൾ തിരിച്ചറിയാതെ നടത്തിയ ആ വ്യക്തിഹത്യയുടെ കഥകൾ ഇനി എത്ര കാലം നമ്മളെ പിന്തുടരും? മിഡിൽ ടേബിൾ എന്ന വസ്തുതയ്ക്കൊപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെക്കും മുമ്പ് താരങ്ങൾ ആലോചിക്കുമെന്നത് ഉറപ്പല്ലേ? പണം മാത്രമല്ലല്ലോ ഇവിടെ വിഷയമാകുക. ഓരോ താരങ്ങൾക്കും അവരവരുടെ കരിയർ കൂടി പ്രാധാന്യമുള്ള കാര്യമാണ്. ക്ലബ്ബ് വിട്ടതിനു ശേഷം ക്ലബിനെതിരെ കളിക്കുമ്പോഴൊക്കെ പെരേര ഡയസിന്റെ ഓരോ ഗോളുകളും ആഘോഷിക്കപ്പെട്ടത് ആരാധകർക്കുള്ള ചുട്ട മറുപടിയാണെന്നുള്ളത് കൂടി ഒരു തുറന്ന സത്യമല്ലേ? ക്ലബിന്റെ മുൻകാല ചരിത്രം കൂടി അറിയാതെ ഏതെങ്കിലും നല്ല കളിക്കാർ ഇവിടേക്ക് വരുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടാൻ ആർക്കാണ് ഇത്ര താല്പര്യം? എങ്കിലും പറഞ്ഞു വരുമ്പോൾ മിഡിൽ ടേബിൾ വിഷയം തന്നെയാവും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന വിഷയം എന്നത് യാഥാർത്ഥ്യമാണ്. ഏതായാലും ജൂൺ ട്രാൻസ്ഫർ ജാലകം തുറക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ സീസണിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള നല്ല കളിക്കാർ തന്നെ ടീമിൽ എത്തട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആഗ്രഹിക്കാനുള്ളൂ.